Hi students, welcome back. Today we are going to discuss 14th question from miscellaneous exercise on integrals. Okay, are you ready? എല്ലാവരും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണം കേട്ടോ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 14th question, integral of 1 divided by x square plus 1 into x square plus 4 dx. ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിനെ ജസ്റ്റ് അങ്ങ് മാറ്റി നിർത്താം, തൽക്കാലം അങ്ങ് മാറ്റി നിർത്താം. ഓക്കെ, നമുക്കൊരു വൈ എന്ന് ഇട്ട് കൊടുത്തിട്ട് എക്സ് സ്ക്വയറിനെ അങ്ങ് മാറ്റി നിർത്താം. അപ്പോൾ എക്സ് സ്ക്വയർ ഇങ്ങനെ ടേംസ് ഫസ്റ്റ് വന്നിട്ടുണ്ട്, എല്ലാത്തിലും ഉണ്ടായിരിക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ എന്നങ്ങ് കൊടുക്കുക. പുട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ. ഓക്കെ, നമുക്കപ്പോൾ ഇങ്ങനെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4. ഇൻ്റഗ്രേഷൻ്റെ സൈൻ അവിടെ മാറിയിരുന്നോട്ടെ, പിന്നെ ഇട്ടാൽ മതി നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 4. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന് എഴുതേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 4. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടല്ലേ? ഓക്കെ, മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം പറയേ? ഇനി നമ്മുടെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ 1 ഈസ് ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ എ ഇൻറ്റു വൈ പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു വൈ പ്ലസ് 1. ഇനി എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് പറഞ്ഞോളൂ. ഓക്കെ, എന്തിട്ട് കൊടുക്കണം? വൈ ഈസ് ഈക്വൽ ടു -1. ഓക്കെ, വൈ ഈസ് ഈക്വൽ ടു -1 കൊടുത്തു. 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അല്ലേ? എ ഇൻറ്റു 3 അതെന്തായും അത് 0 ആയി പോകും. ഓക്കെ, ദെയർഫോർ എ ഈസ് ഈക്വൽ ടു 1/3. എയുടെ വാല്യൂ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ബി കണ്ടുപിടിക്കും. എങ്ങനെയാണ് ബി കണ്ടുപിടിക്കണത്? കറക്റ്റ്, വൈ ഈസ് ഈക്വൽ ടു -4 ഇട്ട് കൊടുത്തു. വൈ ഈസ് ഈക്വൽ ടു -4 ഇട്ട് കൊടുത്തപ്പോൾ 1 ഈസ് ഈക്വൽ ടു എ 0 ആയിപ്പോയി. ഓക്കെ, ദെൻ ബി ഇൻറ്റു -4 പ്ലസ് 1 മീൻസ് -3 ബി. ദെയർഫോർ ബി ഈസ് ഈക്വൽ ടു -1/3. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് 1 divided by x square plus 1 into x square plus 4 that is equal to പറയേ. കറക്റ്റ് പറഞ്ഞോ. എ എന്തായിരുന്നു? 1/3. 1/3 ഇൻ്റഗ്രൽ ഓഫ് 1/3 നമുക്ക് ഔട്ട് സൈഡിലേക്ക് എഴുതാം. 1 ഡിവൈഡഡ് ബൈ എ ബൈ വൈ പ്ലസ് 1ഉം ബി ബൈ വൈ പ്ലസ് 4ഉം അല്ലേ? ഇനി നമ്മൾ വൈ തിരിച്ചിട്ട് കൊടുക്കണം. വൈ എന്തായിരുന്നു നമ്മുടെ? എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ദെൻ ഡി എക്സ് പ്ലസ് പറയേ ബി എന്തായിരുന്നു നമ്മുടെ? -1/3. ഓക്കെ, നമുക്ക് -1/3 ഇവിടെ -1/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? വൈ പ്ലസ് 4. അപ്പോൾ വൈക്ക് എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ പ്ലസ് 4 ദെൻ ഡി എക്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വൈ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തേക്കുക. നമുക്ക് ജസ്റ്റ് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളവിടെ എക്സ് സ്ക്വയർ മാറ്റിയിട്ടിട്ട് വൈ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്ന ആ നിമിഷം എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചതങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുക. ഓക്കെ, ദെൻ പറയും ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന പ്ലേസിൽ 1 ആണ്. ആ വ്യത്യാസം എ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 1 ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1/3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്, നമുക്ക് എക്സ് തന്നെയാണ്, ബൈ എ മീൻസ് 1. ഓക്കെ, പ്ലസ് സി. ഓക്കെ, മൈനസ് ഇവിടെ നമുക്ക് ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു 2 ആണ്. പറയപ്പം ഓൾറെഡി 1/3 ഇവിടെ ഉണ്ട്. അപ്പോൾ 1/a മീൻസ് 1/2. സോ 1/3 ഇൻറ്റു 1/2 മീൻസ് ദാറ്റ് ഈസ് 1/6 ടാൻ ഇൻവേഴ്സ്. പറയേ അടുത്തത്. കറക്റ്റ്, x/2
plus c. 1/3 tan inverse x minus 1/6 tan inverse x by 2 plus c. Understood? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സ് സ്ക്വയർ എല്ലായിടത്തും വന്നാൽ എക്സ് സ്ക്വയറിന് y എന്നിട്ട് കൊടുക്കുക. പിന്നെ എയുടെയും ബിയുടെയൊക്കെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സ് സ്ക്വയർ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ നമ്മുടെ ടെക്സ്റ്റിലും എക്സർസൈസിലും എക്സാമ്പിൾസിലും ഒക്കെ ഇതുപോലത്തെ സംസ് കിടപ്പുണ്ട്. ഇത് സാധാരണ എക്സാമിന് ചോദിക്കാനുള്ള സമാണ്. Understood? Okay, then 15th question we will see in the next class. Until then, bye bye.